ഒരു 90,000 രൂപ കൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. നിലവിൽ ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങുന്നത് 24,75,000 രൂപയ്ക്ക്. ഇത് ഫോക്സ്വാഗന്റെ GT പ്ലസ് 1.5 ആണ് വണ്ടി. ഈ വണ്ടിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ എടുത്തോണ്ട് പോയിട്ട് നമുക്കൊരു 7 days നമുക്ക് ചെക്കിംഗ് വാറന്റി ഒക്കെ കൊടുക്കാം കേട്ടോ. ഈ പറഞ്ഞ എല്ലാ മിക്ക വണ്ടികളും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. അത്രയും നമ്മൾ അഷുറൻസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. 2021 കിയ സെൽറ്റോസ് ഡീസൽ വണ്ടി 21 അല്ലേ? ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും നോക്കി ഞാൻ 8,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. 21 വണ്ടി 8,90,000 ഡീസൽ വണ്ടി ഇങ്ങനെ വളച്ചു വെച്ചാന്ന് കണ്ടാ പറയില്ല. ഇവിടെ 8,75,000 രൂപ കൊടുക്കാം. ഈ ഒരു ഷോറൂമിലെ വീഡിയോ ചെയ്യാൻ ഞാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഒരുവിധം വണ്ടികളുടെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് 100% ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികൾ, പിന്നെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ഇല്ലാത്ത വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ പോലും കുറ്റം പറയില്ല. അല്ലെങ്കിൽ അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾക്ക് പണി കിട്ടി അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള വർത്തമാനമൊന്നും ഒരിക്കലും ഒരാളും പറയില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം അതുകൊണ്ടാണ് ഈ സക്സസ്ഫുള്ളി ഇപ്പോൾ 2-2.5 വർഷത്തോളമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുകയും എല്ലാ മാസവും എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ വണ്ടികൾ ഇവർ കൊണ്ടുവന്ന് വെക്കാറുമുണ്ട്. സുഹൈൽ ബ്രോ ഉണ്ട് കൂടെ. സുഹൈൽ ബ്രോ, എന്തൊക്കെയാണ് വിശേഷം എന്താ സുഖല്ലേ? നമ്മള് ഈ വർഷം തീരാൻ പോലെ 2025 കൂടെ നമ്മളെ വിട്ട് പോവുകയാണ്. ഏകദേശം നമ്മള് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം ആവാൻ പോകുന്നു അല്ലേ? അതെ 3 വർഷം. 2022 നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2022 ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഈ ബിസിനസ്സിനകത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കാർക്ക് ഒരുവിധം എല്ലാവർക്കും നിങ്ങളെ അറിയാം. അതെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം. ഉടായ്പ ടീമൊന്നും അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് നിർത്തി പോകുന്ന ആൾക്കാർ നമ്മൾ എല്ലാ മാസവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യൂട്യൂബിനകത്ത് ഈ റോഡ് മാസ്റ്ററിന്റെ അജുവിന്റെ വീഡിയോക്കകത്ത് നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യാറുണ്ട്. ഒരു മാസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒറ്റ കേസുള്ളൂ. അതായത് നല്ല വണ്ടികൾ, ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല രീതിക്ക് വിൽത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റൂ. അതെ നിങ്ങൾ അജു പറയുന്ന കണക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഇപ്പൊ വണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷോറൂം ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് എങ്കിലും ചെയ്ത് നോക്കാം. അപ്പൊ വിസിറ്റ് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വെറുതെ വീഡിയോ കിടന്നിങ്ങനെ വെറുതെ വാവണ്ട് തള്ളുവല്ല. അത് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇത് ഇപ്രാവശ്യമൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടി അണ്ടർ വാറന്റിയും നല്ല ഹൈ ക്വാളിറ്റി. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നമ്മുടെ ആൾക്കാർക്കാണെങ്കിലും വീഡിയോ കണ്ടിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല വണ്ടികളെ കൊടുക്കും. ഏറ്റവും നല്ല വണ്ടി മാത്രമേ കൊടുക്കൂ. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് കസ്റ്റമർ, അത് ഭയങ്കര താങ്ക് പറയണം. അതായത് ഒരുപാട് കസ്റ്റമർ ഗൾഫിൽ നിന്നൊക്കെ അവർ പൈസ അയച്ചിട്ട് വണ്ടി കൊണ്ടുപോയി നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഇട്ടേക്കുന്ന പറയുന്നത്. നമ്മൾ അത്ര കണ്ട് വിശ്വാസമാണ്. നമ്മൾ ഈ വെറുതെ നമ്മൾ പറയും നമ്മൾ ചെയ്യും. അതും നമുക്ക് കുറെ ടോക്കിംഗ് കസ്റ്റമേഴ്സ് നമുക്ക് അവരുടെയൊക്കെ തന്നെ വേറെ ബന്ധുക്കൊക്കെ നമ്മൾ ഒരുപാട് വണ്ടി. നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. കൂടുതലൊന്നും പറയണല്ലോ, നമുക്ക് കുറച്ച് വണ്ടികൾ കാണിച്ചാലോ? ഒന്നുമില്ല, പിന്നെ തീർച്ചയായും ഷോറൂമിലാണുള്ളത്, അയത്തിലാണല്ലേ? അതെ ഇത് അയത്തിലെ 4ാമത്തെ വീഡിയോ വരും. അതെ, ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അയത്തില് നമ്മളെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അയത്തില് ബൈപ്പാസും അയത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആലപ്പുഴ റൂട്ടാണിത്. ആലപ്പുഴ ടു ട്രിവാൻഡ്രം, കൊല്ലം ട്രിവാൻഡ്രം പോകുന്ന റൂട്ടാണ്. തിരിച്ച് ട്രിവാൻഡ്രത്ത് നമുക്ക് കൊല്ലം വഴി ടച്ച് ചെയ്ത് ആലപ്പുഴ പോകുന്ന ബൈപ്പാസ്, പുതിയ ബൈപ്പാസിനകത്ത് അയത്തിൽ എന്ന സ്ഥലത്ത് പാലത്തറ എന്ന ജംഗ്ഷനിലിരിക്കുകയാണ് ഈ ഷോറൂം. ഏറെക്കുറെ ഇതിനടുത്തൊരു SM പബ്ലിക് എന്ന് പറഞ്ഞൊരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയത്. ശരി, അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. കിള്ളം കുറച്ച് വണ്ടികൾ കാണിച്ചു. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ സുഹൈൽ ബ്രോ ഇപ്രാവശ്യം നമ്മൾ അടിപൊളി വണ്ടി കൊടുക്കും അല്ലേ? എല്ലാം നല്ല അടിപൊളി വണ്ടിയാണ്. മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിക്കും വാറന്റികളും നമ്മൾ ഉണ്ട്. അത് മാത്രമല്ല പിന്നെ ഒരുവിധം പുത്തൻ വണ്ടികൾ ഏറെക്കുറെ നമ്മളെ കുറെയൊക്കെ പുതിയ പുത്തൻ വണ്ടികൾ തന്നെയാണ്. മിക്കതും ഷോറൂം അണ്ടർ വാറന്റി നിൽക്കുന്ന വണ്ടിയാണ്. ഡീസലാണ്, മൈലേജ് ഉണ്ടാവും, എല്ലാം കൊണ്ട് ഒരു അടിപൊളി സാധനങ്ങൾ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് എനിക്ക് ഒറ്റ കേസുള്ളൂ, വാറന്റി ഏതൊക്കെ ഉള്ളത് ഓക്കെ, അതൊരു സേഫ്റ്റിയാണ്. പക്ഷേ ക്വാളിറ്റി അടിപൊളിയല്ലേ? ക്വാളിറ്റി 100ക്ക് 100 വണ്ടിയായിരിക്കും. ഈ വെന്യൂ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ 4 പുതിയ ടയർ, ബ്രാൻഡ് ന്യൂ ടയർ വാങ്ങിച്ചിട്ട് ഏറെക്കുറെ 50 കിലോമീറ്റർ തികച്ചു ഓടില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെ, വണ്ടിന്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കൂടുതലൊന്നും പറയണ്ട, നമുക്ക് ഇതാ ഫസ്റ്റ് ഈ ക്രെറ്റ കാണിച്ചു കൊടുക്കാം. ക്രെറ്റ ഏതാ മോഡലിക്കാ? 2017 മോഡല്, 18 രജിസ്ട്രേഷൻ ആണ്. 17 അല്ലേ? 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടി. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ SX വണ്ടിയാണ്, SX പ്ലസ് എന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വളരെ റയർ ആണ് കിട്ടാനായിട്ട്. തട്ടോമുട്ടോ റീപ്ലേസോ ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതെ, നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനം. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നല്ല വണ്ടിയാണ്. ഈ വണ്ടി വന്നിട്ട് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 9 lakh ആണ്. നമുക്കൊരു 8,90,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് ഒരു 8 ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം.
ഒരു 90,000 രൂപ കൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. അതെ അല്ലേ? അതായത് പിന്നെ ഈ പറഞ്ഞ പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേഷൻസ് ഉണ്ടാവൂലേ? ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഈ പറയുന്ന കുറേ വണ്ടികളൊക്കെ വില ഏറെക്കുറെ ഫിക്സഡ് ആയിരിക്കും. അത്രയും നമ്മൾ കുറച്ചും ഇയർ എൻഡിങ് ആയിട്ട് നമ്മൾ ഓഫ് റോഡ് ഇട്ട് ആണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മിക്ക വണ്ടിയൊക്കെ നമുക്ക് അണ്ടർ വാറന്റി വണ്ടികളാണ് ഉള്ളത്. അതെ അല്ലേ? അതെ. അതായത് ഇതൊക്കെ എടുത്തോണ്ട് പോകണമെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ധൈര്യമായിട്ട് എടുത്തോണ്ട് ഇതെല്ലാം കറക്റ്റ് നിങ്ങൾ ഏതാണ്ട് ഏതാ ഈ നമ്പർ എല്ലാം ഉണ്ട്. ഈ നമ്പറൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷോറൂമിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളുടെ ഹിസ്റ്ററി നമ്മുടെ കൈവശം ഉണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ചെയ്തതായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഹിസ്റ്ററി ഉണ്ട്, അതിന്റെ ഹിസ്റ്ററി ഉണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെന്യൂ വന്നിട്ട് 2023 SX ആണ് വണ്ടി. 23 ഏറ്റവും ഫുള്ള് ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല പുത്തൻ ടയർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇത് SX SX ഓപ്ഷനകത്താണ് ഇത് വരുന്നത്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും, ഇൻബിൽറ്റ് സെറ്റ്, സെൻട്രൽ ലോക്ക്, സൺറൂഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നത് ഇതിനകത്ത്. 2023 വണ്ടി SX വണ്ടി. ഒന്നും ചെയ്യില്ല. ഏറ്റവും ലേറ്റസ്റ്റ് 40,000 രൂപ സർവീസ് നമ്മൾ ഷോറൂമിൽ ചെയ്ത് പെട്രോൾ വണ്ടി. നമുക്ക് ഈ വണ്ടി വെറും 8,20,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് 8 ലക്ഷം രൂപ ലോണും കിട്ടും. വെറും ഒരു 20,000 രൂപ കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. ഇതും അണ്ടർ വാറന്റി ആണ് വണ്ടി. ഷോറൂമിൽ തന്നെ ഇനിയും വാറന്റി ബാക്കി, എക്സ്റ്റൻഡ് വാറന്റി ബാക്കി കിടപ്പുള്ള വെറും 8,20,000 രൂപയ്ക്ക് അല്ലേ? 8,20,000 രൂപയ്ക്ക് 2023 മോഡൽ SX വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്വാളിറ്റി, ടയർ ഒന്നും മാറണ്ട, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം പക്കയാണ്. അതെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടൈഗൺ കാണിച്ചു തരാം. ടൈഗൺ താണ്ടെ വെറും 2023 വണ്ടിയാണ്. വെറും 45,000 കിലോമീറ്റർ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ തന്നെയാണ് ഇത് ഷോറൂമിൽ കയറ്റി സർവീസ് ചെയ്തേക്കുന്നതും. ഫോക്സോന്റെ ഷോറൂമിൽ സർവീസ് ചെയ്ത ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇനിയും 2 കൊല്ലം അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. നിലവിൽ ഇപ്പൊ ഈ വണ്ടി ഇറങ്ങുന്നത് 24,75,000 രൂപയ്ക്ക്. ഇത് ഫോക്സോന്റെ GT പ്ലസ് 1.5 ആണ് വണ്ടി. 1 ലിറ്ററും 1.5 ഉണ്ട്. ഇതിനകത്ത് 1.5 GT പ്ലസ് ഉണ്ട്. ഇത് GT പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. സൂപ്പർ. അപ്പൊ ഏറെക്കുറെ 24,000 ഒരു കളറും കൂടി ഉണ്ട്. അതെ അതെ, ഇതൊരു ലിമിറ്റഡ് എഡിഷൻ കളറാണ്. അപ്പൊ 24,70,000 രൂപ ഉള്ള ഈ വാഹനത്തിന് നമ്മൾ 14 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 13,80,000 രൂപ കൊടുക്കാം. അതിന് എത്ര ലോൺ വേണം? ഫുള്ള് കയറണ്ടല്ലേ? ഫുൾ ലോൺ കയറും. ഒരു സിംഗിൾ രൂപ തരാൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫോക്സോന്റെ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫുൾ ലോൺ കയറും. മാത്രമല്ല ഈ വണ്ടിയുടെ കംപ്ലീറ്റ് സർവീസും കാര്യങ്ങളെല്ലാം നമ്മളതിലുണ്ട്. ആര് ചോദിച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കാം. അതായത് പുതിയ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ഏറെക്കുറെ 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഡിഫറൻസ് ഉണ്ട്. അതേ പറഞ്ഞത്, നല്ല വില കുറച്ചിട്ട് പുതിയത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതെ അതെ എടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം. അടുത്ത 2018 മോഡൽ ജീപ്പ് കോമ്പസ് നല്ല നീറ്റ് വണ്ടിയാണ്. അജു എങ്ങനെയുണ്ട് വണ്ടിയുടെ നീറ്റ്നെസ്? എങ്ങനെയുണ്ട്? വണ്ടി അടിപൊളിയാട്ടോ. അടിപൊളിയല്ലേ? പോളിഷ് ചെയ്തിട്ടേ. അതെ 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 അതെ. ഇത് 18 ഫസ്റ്റ് മോഡൽ വണ്ടിയല്ലേ? ഫസ്റ്റ് മോഡൽ. ഇത് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഡീസൽ തന്നെ? ഡീസൽ. അതെ അതെ, ഡീസൽ ആണ് വണ്ടി. ലോങ്ങിറ്റ്യൂഡ് എന്ന വേരിയന്റ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. അലോയ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. വണ്ടി നല്ല നീറ്റ് ആട്ടോ. നല്ല നീറ്റ് മാത്രമല്ല വണ്ടി ഓടിക്കാനും പക്ക വണ്ടിയാണ്. സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. അതെ 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 അതെ. ഈ വണ്ടിയൊക്കെ നമുക്ക് ഈ പറഞ്ഞൊക്കെ എടുത്തോണ്ട് പോയിട്ട് നമുക്കൊരു 7 days നമുക്ക് ചെക്കിംഗ് വാറന്റി ഒക്കെ കൊടുക്കാം കേട്ടോ. ഈ പറഞ്ഞ എല്ലാ മിക്ക വണ്ടികളും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. അത്രയും നമ്മൾ അഷുറൻസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പം അത്ര നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉറപ്പ് 100% ഉറപ്പ്. കറക്റ്റ് കമ്പനി സർവീസ് തന്നെയാണ്. അപ്പം ഈ വണ്ടി വന്നിട്ട് നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 9.5 lakh. ഏറെക്കുറെ നമുക്ക് 9 ലക്ഷം രൂപ ലോണും കിട്ടും. അതായത് വണ്ടി ഇറങ്ങുമ്പോൾ എനിക്കൊന്ന് 31 ലക്ഷം രൂപ വണ്ടിയായിരുന്നു ഇത് അന്ന് ഇറങ്ങുമ്പോൾ. 25 ലക്ഷം രൂപ എന്തായാലും 29-31 ഇത് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ലോങ്ങിറ്റ്യൂഡ് അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിരുന്നു. ഏകദേശം ഒരു 30 ലക്ഷം രൂപ വില വന്നു. അന്ന് പിന്നെ ഈ സൺറൂഫും സാധനങ്ങളൊന്നും ഇല്ല. അതിന് ശേഷമാണ് 20-ന് ശേഷമാണ് അവർ ഇത് ഇറക്കിയേക്കുന്നത്. എന്നിരുന്നാലും നമുക്കിത് 9.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 9 ലക്ഷം രൂപ ലോണും തരാം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കിയിട്ടുണ്ടാവും. വളരെ തുച്ഛമായ ഒരു പൈസക്ക് ഇത്രയും വലിയ വണ്ടി അല്ലേ? നല്ല വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണിത്. ശരി. അപ്പൊ എന്തായാലും ഇത് നോക്കിക്കോ, നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ തന്നെ ഒരു കിളിക്കുഞ്ഞ് കിയ സെൽറ്റോസ് 2021 വണ്ടി. ഡീസൽ വണ്ടിയാണ് ഈ വണ്ടി. HTK എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസ് ഒക്കെ വരുന്ന ഫുൾ കമ്പനി സർവീസ് ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. AC-യും പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും സ്റ്റിയറിംഗ് കൺട്രോളർ, ഇൻബിൽറ്റ് സെറ്റ്, സെൻട്രൽ ലോക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. ഡീസലിന് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള 10-20 മുകളിൽ മൈലേജ് കിട്ടുന്ന നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ്.
ഈ വണ്ടിക്കൊക്കെ നമുക്ക് പേഴ്സണലി തന്നെ നമുക്ക് നല്ല രീതിയിൽ വാറന്റി കൊടുക്കാം ഒരു കസ്റ്റമറിന്. അതല്ലേ ഈ വണ്ടി നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രൈസ് നമ്മൾ പറയുന്നത്. മോഡൽ ഏതാ പറഞ്ഞേ? 2021 കിയ സെൽറ്റോസ് ഡീസൽ വണ്ടി. 21 അല്ലേ? ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും നോക്കി ഞാൻ 8,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. 21 വണ്ടി 8,90,000 ഡീസലാ? ഡീസൽ വണ്ടി, അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെയുള്ള വണ്ടി. ഏറ്റവും ഫുള്ളിന് താഴെയുള്ള വണ്ടി. അത് 1.5 വില കേട്ടോ. 1.5 വിലയല്ലേ? അത് മാത്രമല്ല, നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഇത് ഫുൾ ലോണും കയറും. ടോട്ടൽ ലോസ് ഒന്നും അല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി നമ്പർ ഉൾപ്പെടെ പറയുന്നത്, എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ KL02 BP 5533 എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരും കേട്ടോ. ഗീവ് അവേ ആക്കിയല്ലേ നമ്മള്? അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തൊക്കെ നല്ല അടിപൊളി പ്രൈസാണ് ആ വണ്ടീനെ അപേക്ഷിച്ച്. അത് കിട്ടുമ്പോഴേ എങ്ങനെയൊക്കെ കിട്ടുള്ളൂ, നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റ ഇത് ലെക്സസ് കിറ്റ് കയറ്റിയ വണ്ടിയാണ്. നമുക്കിത് ഓൾറെഡി ഒരു കസ്റ്റമർ അഡ്വാൻസ് ഒക്കെ തന്നിട്ടേക്കണം, എന്നാലും ഞാൻ ഇത് ഒന്നുകൂടെ കാണിക്കുന്നേ ഉള്ളൂ. ലെക്സസ് കിറ്റ് കയറ്റിയ വണ്ടി 2017. ഇത് തനി മലയാളി കേട്ടോ, ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടി ഇടിച്ചിട്ട് മാറിയതൊന്നുമില്ല, അത് പ്രത്യേകം ഞാൻ പറയാം. ഇതിന്റെ ഒറിജിനൽ സാധനമല്ല, നമ്മളെ കൈവശമുള്ള വാഹനമാണ്. അത്യാവശ്യം ഇസഡിന്റെ സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. കിലോമീറ്ററോ? 1,60,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ ഫൈനലി ഒരു 15 ലക്ഷം രൂപയ്ക്ക് തരാം. ഈ കിടക്കുന്ന ടയർ മാറി 4 നല്ല ടയർ ഇട്ട് 15 ലക്ഷം രൂപയ്ക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് നിങ്ങൾക്ക് ഞാൻ തരാം. അടിപൊളി. ഓക്കെ, മെയിൻ ആയിട്ട് നോക്കേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റിയാണ് നോക്കണം. പക്ക ക്വാളിറ്റിയാണ് കേട്ടോ, ഒരു അപാകതയില്ലാത്ത വൃത്തിയുള്ള വണ്ടി. ഒന്നുമില്ല. 1 ലക്ഷത്തിൽ ഇനി ഏറെക്കുറെ ഇതിനൊരു 12 ലക്ഷം ലോണും പാസ്സായി കിടക്കുവാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 3 ലക്ഷം കേരള ആലോചിക്കണം. 17 മോഡൽ വേണ്ടിയാണ് 15 ലക്ഷം രൂപ. മോശമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ നോക്കാന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ പിന്നെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ഈ വണ്ടി ഈ കണ്ടീഷനിലുള്ള ഒന്നും കിട്ടിക്കോണമെന്നില്ല. അപ്പൊ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കോ, മിസ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിയാസ് അല്ലേ? സിയാസ് അത് ന്യൂ ഷേപ്പ് വണ്ടിയാണല്ലോ. ന്യൂ ഷേപ്പ് 2023. എക്സാക്ട് ഡേറ്റ് ചോദിക്കുക. 2023 6 മാസം വണ്ടിയാണ്. 23 6 മാസം വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി ഇരിക്കുന്ന ആൽഫ ഓട്ടോമാറ്റിക് ആണ്. അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ, ഹൈബ്രിഡും ആണ് കേട്ടോ. ഹൈബ്രിഡ് ആണല്ലേ? ഹൈബ്രിഡ് ആണ്. ഏറ്റവും ടോപ്പിൽ ക്ലീൻ ഇന്റീരിയർ കേട്ടോ. ക്ലീൻ ഇന്റീരിയർ മാത്രമല്ല, എക്സ്റ്റീരിയർ ക്ലീൻ ആണ്. വണ്ടി ഇപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ സർവീസ് ചെയ്തിട്ടുണ്ട്. വണ്ടി അണ്ടർ വാറന്റി ആണ്. 4 പുതിയ ടയർ നമ്മൾ മാറിയ ടയർ, അതായത് 4 യോക്കോഹമയുടെ പുത്തൻ ടയർ. ഇങ്ങനെ വളച്ചു വെച്ചാന്ന് കണ്ടാ പറയില്ല. അപ്പൊ ഈ 4 ടയറും അപ്പൊ ഈ വണ്ടി നിലവിൽ 16 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഷോറൂം വില വരുന്ന വണ്ടി നമുക്കിത് 11 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി എടുക്കാം. 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപ. പുതിയ എത്ര വില പറഞ്ഞത്? 16 ചില്ലറയുണ്ട് വണ്ടി വില. ഓട്ടോമാറ്റിക്കിന്, ആൽഫ ഓട്ടോമാറ്റിക് ഹൈബ്രിഡിന്. ആ വണ്ടിയാണ് ഇപ്പൊ ഏകദേശം ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം താഴത്ത് 2 കൊല്ലം പഴക്കമുള്ള വണ്ടി. അതെ 11 രൂപയ്ക്ക് 11 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഹൈബ്രിഡ് ആണ്, അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അതായത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി. വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. ഇതിന് ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അതേപോലെ തന്നെ BMW 320 സീരീസ് പക്കയാണ്. 323 സീരീസ് വണ്ടി ഒന്നും ചെയ്യില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇതിനെ തട്ടോ മുട്ടോ റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 2013 വണ്ടിയാണ്. ഈ വണ്ടി 1,40,000 കിലോമീറ്റർ ഓടിയെങ്കിലും വണ്ടി കണ്ടാൽ ഒരിക്കലും പറയില്ല, അത്ര ക്വാളിറ്റിയിൽ എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ്. ഒരു നല്ല ക്ലീൻ ആട്ടോ. ക്ലീൻ വണ്ടി, നല്ല ക്ലീൻ. ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കത്തിയിട്ടോ ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടി ശരിക്കും അതർ സ്റ്റേറ്റ് ആണ്. നമുക്ക് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ അവരുടെ പേരിൽ NOC എടുത്ത് ഇവിടെ 8,70,000 രൂപ കൊടുക്കാം. അതും ഫേസ് ലിഫ്റ്റ് ആയ വണ്ടി. നമ്മൾ ടാക്സ് അടച്ചു കൊടുക്കും. അതായത് പേപ്പർ ആക്കി കൊടുക്കും. കേരളത്തിൽ എവിടേക്കും പേപ്പർ ആക്കി കൊടുക്കാം. 8,70,000 രൂപയ്ക്ക്. പിന്നെ വേറെ കാര്യം, ഈ വീഡിയോ ആണ് നമ്മൾ മാത്രമേ അറിയാവൂ ഈ വിലയാണ്. നിങ്ങൾ പുറത്ത് ഈ BMW ഇടയ്ക്ക് ഒരിക്കലും 8,70,000 വണ്ടി വിശ്വസിക്കോ? ഒരിക്കലും ഇല്ല. അത് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി കേട്ടോ. അതെ നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അത് ഒന്നും പറയാനില്ല. നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാൻ കേട്ടോ. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാം. അത്ര ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി 100% പക്കയാണ്. ശരി, അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ കിട്ടാത്ത സാധനം. അജുവിന്റെ വാക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ. ഏത് 2019 ടൊയോട്ട കൊറോള ആൾട്ടിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമ്മുടെ കൊല്ലം രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ്. വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള ഷോറൂം സർവീസ് ഉള്ള
ഫുൾ പുതിയ സീറ്റുകളും ആൻഡ്രോയിഡ് 60 എന്നൊക്കെ പറഞ്ഞാൽ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെന്യൂൻ എല്ലാ ഷോറൂം സർവീസ് ഇതിനകത്തുണ്ട്, അടിപൊളി. ഷോറൂമിലുണ്ട്. ഇത് മോഡൽ പറഞ്ഞാൽ 2019 അല്ലേ? 19 കൂടി ആൾട്ടിസ് ഡീസൽ വണ്ടി നിർത്തി, പിന്നെ ഇറങ്ങിയെന്ന് യാരിസ് ഇറങ്ങിയേക്കണം. അതെ അതെ അതെ. മനസ്സിലായി. പിന്നെ പെട്രോൾ വണ്ടി ഉണ്ട്. അപ്പൊ ഈ വണ്ടി കിട്ടത്തില്ല. ശരിക്കും ഈ വണ്ടി നിങ്ങൾ ഈ ഇപ്പൊ കിട്ടുമ്പോ എടുത്തോന്ന രീതിയാണ്. നമുക്ക് ഈ വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. വെറും 10 ലക്ഷം രൂപയ്ക്ക്? വെറും 10 ലക്ഷം രൂപയ്ക്ക്. അതും നിങ്ങൾക്ക് ഫുൾ ലോൺ നമ്മൾ ഇത് ചെയ്തു തരാം. ഞാൻ വെറും 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ മാർക്കറ്റ് ഉണ്ട്. ഈ സാധനത്തിന് നല്ല മാർക്കറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 10 ലക്ഷം കുറവാണ്. 2014, 15, 16 വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില കൊടുക്കണം. ഈ ലോ കിലോമീറ്റർ ഓടി വണ്ടി. ഇത് ന്യൂ ഷേപ്പ് വണ്ടിയും കൂടിയാണ്. ഇതിന്റെ മുമ്പുള്ള ഷേപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 14 വണ്ടി. അത് ഞാനൊന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു 8.5 ലക്ഷം രൂപ എടുത്തത് ഒരു കൊല്ലത്തിനകത്ത് വെച്ച്. 19 വണ്ടിയാണ് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക്. അതും KL02 പേപ്പറായ വണ്ടി. അതെ അതെ അതെ. മോശമൊന്നുമില്ല, ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോളാം. ഒരു വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം. ഇതോ? ഇത് റിനോൾട്ടിന്റെ കൈഗറാണ് വണ്ടി. കൈഗറാണ് ഈ വണ്ടി RX Z എന്ന് പറഞ്ഞ ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിക്കകത്ത് ടർബോ CVT ആണ് വണ്ടി. 2022 മോഡലാണ് വണ്ടി. വെറും 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡുവൽ ടൂൺ കളറാണ്. കമ്പനിക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. ഈ വണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ഡീസൽ പെട്രോൾ അടിക്കുക ഓടുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ടയർ ഉണ്ട്, ടർബോ ആണ്, CVT ആണ്, ഗിയർ ബോക്സ്. CVT എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ലാഗ് ഇല്ലാത്ത ഇത് സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആണ്. കീലെസ് എൻട്രി ഉണ്ട്, പുഷ്പട്ട സ്റ്റാർട്ടാണ്. അപ്പം പിന്നെ റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ, ഈ പറഞ്ഞ കണക്ക് പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ് എല്ലാം ഉണ്ട്. ഇതിനകത്തില്ല. പിന്നെ വയർലെസ് ചാർജർ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ഇതിനകത്തും ആ ടൈബിനകത്തൊക്കെ വയർലെസ് ചാർജർ, ഈ വെന്യൂനകത്തൊക്കെ ഉണ്ട് വയർലെസ് ചാർജർ. അപ്പൊ നമ്മളെ ഫോൺ കുത്തിയിട്ട് നമുക്ക് അതിനകത്ത് ഇട്ടാൽ മതി. അപ്പൊ ഈ വണ്ടി നിലവിൽ കമ്പനിയിൽ എന്താണ് അന്ന് 14,80,000 രൂപ വില ഉണ്ടായിരുന്നു. നമുക്ക് ഈ വണ്ടി നേരെ ഹാഫ് പ്രൈസ്, അതായത് നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് 50% കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര റയർ ആണ്. അപ്പൊ നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 7,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഓൺ ഈ വണ്ടി തരാം. അതെന്തായാലും കിട്ടും. ഒരു രൂപ മുടക്കാണ്ട് ഒറ്റ രൂപ മുടക്കാൻ നിങ്ങൾക്ക് ഒരു ടർബോ CVT നല്ല അടിപൊളി വണ്ടി എടുത്തോണ്ട്. അതും ആലോചിക്കണം, ഇത്രയും ഫീച്ചേഴ്സ് ഉൾപ്പെടെ വരുന്ന ഒരു വണ്ടി. അലോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഒന്നും എല്ലാം കമ്പനി കൊടുക്കുന്നതും കൂടി ആലോചിക്കണം. ഫുൾ കമ്പനി സർവീസ് ആണ്. അത് നമുക്ക് താങ്ങൂടെയാണ്. അതെ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 50,000 കിലോമീറ്റർ. ഓക്കെ, മോശമൊന്നുമില്ല. വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക. നമുക്ക് വേണമെങ്കിൽ വാറന്റി കൊടുക്കാം. വണ്ടി വാറന്റി 2026 വരെ വാറന്റി ഉണ്ട് കേട്ടോ. അതെ. 2026 9 മാസം വരെ വാറന്റി ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ നല്ല അടിപൊളി ഒരു പോളോയും കൂടി കാണിച്ചു കൊടുത്താലോ? ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള നല്ല അടിപൊളി പോളോ ആണ്. ലിമിറ്റഡ് എഡിഷൻ, കപ്പ് എഡിഷൻ എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയ ഒരു വണ്ടിയാണ്. കപ്പ് എഡിഷൻ ആണ്. ഏതാ മോഡൽ? ഏതാ ഇത് 2018 മോഡൽ. ഓൾ സ്റ്റാർ അലോയ്സ് ആണ് ഇതിൽ കിടക്കുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്. പിന്നെ വാൽവട്രോണിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകം റിമോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. സൗണ്ടിലൊക്കെ മാറ്റം ഉണ്ടാവും. സൗണ്ടിലൊക്കെ നല്ല മാറ്റം, നല്ല രസമായത്. അപ്പൊ വണ്ടി ധാരാളം ഫിറ്റിംഗ്സ് ചെയ്ത് ഒറ്റ റീപ്ലേസ്. 2018 മോഡൽ. ഒറ്റ റീപ്ലേസോ കാര്യങ്ങളല്ല. 50,000 കിലോമീറ്റർ കംഫർട്ട് ലൈൻ തന്നെ കപ്പ് എഡിഷൻ വണ്ടിയാണ് ഈ വണ്ടി. ഈ സ്റ്റിയറിംഗ് കൺട്രോൾ വെച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അപ്പൊ നല്ല വണ്ടിയാണ്. വില നമുക്ക് 5,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം നമുക്ക് ലോണും കൊടുക്കാം. 60,000 നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ധൈര്യമായിട്ട് വന്നോളൂ. ഈ വണ്ടിയൊക്കെ നിർത്തിയ വണ്ടിയായതുകൊണ്ട് ഇപ്പോഴും നല്ല മാർക്കറ്റാണ് പോളോയൊക്കെ. നല്ല ക്വാളിറ്റി വണ്ടികൾ കിട്ടാൻ വളരെ പാടാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. പോരാത്തതിന് ഞാൻ 6 മാസത്തെ വാറന്റി കൂടെ എഞ്ചിനും ഗിയർ ബോക്സും കൂടെ തരാം. വേണമെങ്കിൽ നമുക്ക് സമാധാനമായി. പിന്നെ പേടിക്കണ്ട. പെട്രോൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ളതൊക്കെ എല്ലപ്പോഴേ കാണുള്ളൂ. അതെ. മേടിച്ചോളൂ. ബ്രിയോ ആണെങ്കിലോ? ബ്രിയോ 2014 മോഡൽ ബ്രിയോ ആണ്. എനിക്ക് തോന്നുന്നു 60,000 കിലോമീറ്റർ എന്നാണ് കറക്റ്റ് ഓടിയിട്ടുണ്ട് ഈ വണ്ടി. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നല്ല അലോയ്സും വീതിയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു 5 സീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി. എല്ലായിടം കൊണ്ട് നമുക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്യാം. ബാക്ക് ഫുള്ള് ഇവിടം വരെയൊക്കെ ഏറെക്കുറെ ഗ്ലാസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി നമുക്ക് വന്നിട്ട് 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നമുക്കൊരു 2.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 2014 മോഡൽ. 14 വണ്ടി 3,20,000 നമുക്ക് കൊടുക്കാം. ഓക്കെ, 2.5 ലോണും കൊടുക്കാം. ഹോണ്ട ആയതുകൊണ്ട് അജു പറഞ്ഞ ചത്താലും ചാവാത്തൊരു ഇഞ്ചിൻ. ചത്താലും ചാവൂല. എങ്ങനെ നാട്ടിൽ അജു പറയണത് എന്താ പറയുക? കൊന്നാലും ചാവൂല. ഇനി പറയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും 14 ബ്രിയോ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ ഈ ബ്രിയോ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് അല്ലേ? അതെ. അതൊരു ക്യൂട്ട് വണ്ടിയും കൂടിയാണ്. നല്ല ക്യൂട്ട് വണ്ടിയാണ്. വളരെ ക്യൂട്ടാണ്. എന്നെ പോലെയാണ് ഈ വണ്ടി. വളരെ നൈസാണ്. ഒന്നും പറയുന്നില്ല. അപ്പൊ ഇനി അടുത്ത് വരുവാണെങ്കിൽ നമ്മൾ നേരെ ഡീസൽ നല്ലൊരു വണ്ടിയാണ്. ബോഡി വൈസ് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള, എഞ്ചിൻ വൈസ് നല്ല പക്കയായിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ നല്ല 10-20 മൈലേജ് ഒക്കെ ഡീസലിന് കിട്ടുന്ന ഒരു ഫിയസ്റ്റയാണ്. ഫോർഡിന്റെ വണ്ടിയാണ്. മോഡൽ ഏതാ? 2012 മോഡൽ. കറക്റ്റ് 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ 12 മോഡലിലൊക്കെ ഇത്രയും വൃത്തിയുള്ള വണ്ടിയൊക്കെ വളരെ റയർ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം റയർ ആണ് അല്ലേ?
പിന്നെ അജുവിന്റെ ഡയലോഗ് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ, ഇപ്പൊ എടുത്തേക്കണം വേണം. ഏത് സമയത്താണ് എനിക്ക് ഈ ഡയലോഗ് പറയാൻ തോന്നിയത്? അല്ല അതുകൊണ്ടല്ല, അപ്പൊ നമുക്ക് ഇതിനൊന്നും ഞാൻ ഒരിക്കലും ആ ഡയലോഗ് പറയില്ല. അല്ല അത് ശരി. അല്ല പക്ഷെ വണ്ടി നല്ല വണ്ടി കേട്ടോ, പക്ക വണ്ടിയാണ്. നമ്മൾ 2 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ഇട്ടത്. നമ്മൾ ഈ പ്രാവശ്യം ഇയർ എൻഡിങ് ഓഫർ ആയിട്ട് ഒരു 25,000 രൂപ താത്തിട്ടുണ്ട്. 1,75,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. 1.75 അല്ലേ? 1.75 കൊടുക്കാം. മോശമൊന്നുമില്ല. ഓക്കെ അല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ ഒരിക്കലും കിട്ടാത്ത രീതിയിൽ ഞാനൊരു ഞെട്ടിക്കാൻ പോകുന്ന ഒരു വണ്ടി കൊടുക്കുവാണ്. അതായത് ഏറെക്കുറെ 2018 മുതൽ മൈക്രയുടെ വണ്ടിയാണ്. XV ആണ് ഈ വണ്ടി. ആക്റ്റീവ് ആണ്. 18 ആക്റ്റീവ് ആണ്. XV ആണ് വണ്ടി. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആണ്. റിവേഴ്സ് ക്യാമറയും സെൻസറും കാര്യങ്ങളെല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോളറൊക്കെ വരുന്ന വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് നിസ്സാരമായ വിലയ്ക്ക് 2,80,000 രൂപയ്ക്ക് 2018 ആൾട്ട പോലും കിട്ടില്ല. ആ വിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ നിസാൻ സണ്ണി നമ്മൾ തരും. അതാണ് 2,80,000 രൂപയ്ക്ക്. അതും ആക്റ്റീവ് ആണ് കേട്ടോ. ആക്റ്റീവ് ആണ്. അജുവിന് എത്ര രൂപ ലോൺ വേണം? 3 ലക്ഷം രൂപ ലോൺ കിട്ടും. ബൈബാക്ക് വേണമെങ്കിൽ ഒരു 20,000 രൂപ കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ സിറ്റി ഈ വണ്ടി ഈ അജു പറയുന്ന കണക്ക് വണ്ടി വന്ന് നിങ്ങൾ ഇവിടെ ജസ്റ്റ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും വേണം. കാര്യം നോക്കിക്കഴിഞ്ഞാൽ എടുക്കും നമുക്ക് 100% ഉറപ്പാണ്. അതിന്റെ ക്വാളിറ്റി അല്ലേ, അത്ര നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടി. ഒന്നും ചെയ്യില്ല. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. 4 ക്ലീൻ വണ്ടി, 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. നമുക്ക് 5,40,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും തരാം. നിങ്ങൾ 40,000 രൂപ ടോട്ടലിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. നല്ല ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സ്പെയർ കീ, എല്ലാ സാധനവും നമ്മളിലുണ്ട്. 5,40,000 അല്ലേ? അതും എന്തെങ്കിലും ചെറിയ രീതിക്ക് നമുക്ക് നെഗോഷിയേറ്റ് കൊടുക്കാം. ഇയർ എൻഡിംഗ് അല്ലേ, നിങ്ങൾ വാ, ധൈര്യമായിട്ട് വാ. നിങ്ങൾക്ക് വണ്ടി എടുത്ത് ഹാപ്പി ആയിട്ട് പോവാം. 2021 മോഡല് ബ്ലാക്ക് എഡിഷൻ വണ്ടി, i20 ആസ്ത ഓപ്ഷൻ ഓട്ടോമാറ്റിക് DCT വണ്ടി. അടിപൊളി ഓട്ടോമാറ്റിക് DCT വണ്ടി. 40,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസോ ഒന്നുമില്ല. നമ്മളെ വാറന്റി, അണ്ടർ വാറന്റി നിൽക്കുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയാണ്. DCT ആണ്. ഫുൾ ബ്ലാക്ക് ആണ്. വണ്ടി കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഈ വണ്ടി കണ്ടതിനെ എടുത്തോണ്ട് പോകും. അമ്മാതിരി നിൽക്കുകയാണ് ഈ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി ഇരിക്കുന്ന വണ്ടി. ഈ സാധനമൊക്കെ അജുവിന്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന സാധനമല്ലേ ഇതൊക്കെ? കമ്പനി ഇരിക്കുന്ന സാധനം. അപ്പൊ ഇത് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട്. നമുക്ക് ഈ വണ്ടി 7,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് എടുത്താൽ ഫുൾ ഓൺലി വണ്ടി എടുത്തോണ്ട് പോവാം. 7,25,000 ഏറെക്കുറെ ഒരു 10-13 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് പുത്തൻ വണ്ടി. 13 ലക്ഷം രൂപ വിലയുള്ള വണ്ടി. ഏറെക്കുറെ 6 ലക്ഷം രൂപ താഴ്ത്തി നിങ്ങൾക്ക് 7,15 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. DCT ഓട്ടോമാറ്റിക് 2021 ന്യൂ ഷേപ്പ് വണ്ടി. അതേപോലെ തന്നെ ജാസ് എന്ന് പറയുമ്പോൾ 2017 മോഡൽ ജാസ് മാനുവൽ ആണ് ഈ വണ്ടി. 17 മാനുവല് 30,000 കിലോമീറ്റർ മാത്രമേ. പെട്രോൾ വണ്ടിയാണ്. ഈ സിമ്പിൾ ഞാൻ മറക്ക് ചെയ്ത് കാണിക്കണ്ട. ഓക്കെ. അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, കറക്റ്റ് കമ്പനി. 39,000 കിലോമീറ്റർ. ഈ വില നമുക്ക് 5,30,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. വേണ്ട, 5,15 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാം. 5 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 25,000 രൂപ വരികയാണെങ്കിൽ ഈ വണ്ടി ഇറക്കിണ്ടോ. നിങ്ങൾ ആലോചിക്കേണ്ടത് 17. ഈ വണ്ടിക്ക് നമ്മൾ ഏറ്റവും ലോ ഡൗൺ പേയ്മെന്റിലാണ് പറയുന്നത്. ഈ പേയ്മെന്റിൽ ഇങ്ങനെ പറയാൻ കാര്യം വണ്ടി അത്രയും വിലക്കുറവുകൊണ്ടാണ്. നിങ്ങൾ ആരും കമന്റ് ബോക്സിൽ ഒന്നും മെഴുകരുത് വണ്ടി വില കൂടുതലാണ്. നിങ്ങൾക്ക് ഇടിച്ച വണ്ടിയും ഫ്ലഡായ വണ്ടികളൊക്കെ പല സ്ഥലത്തുനിന്നും കിട്ടുമായിരിക്കാം, അതിന് വിലയും കുറവായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു വണ്ടികൾ നമ്മൾ ഇവിടെ കൊടുക്കൂല. നിലവിൽ ഇപ്പൊ നമ്മൾ കാണിച്ചൊന്നും അത്ര വലിയ കൂടുതലൊന്നും അല്ല റേറ്റ് അല്ലേ? റേറ്റ് കൂടുതൽ, ഏറ്റവും മാന്യമായ റേറ്റ് തന്നെ. മാന്യമായ, അത് മാത്രം നമ്മൾ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അജു ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ട് അയ്യോ സുഹേൽ ഭായി ഇത് കൊള്ളത്തില്ല, മോശമാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇതിനകത്ത് വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഈ ഷോറൂം വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇവിടുത്തെയും രണ്ടാംകുറ്റിയിലും എല്ലാം ഷോറൂമിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആക്സിഡന്റ് ഇല്ലാത്ത നല്ല വണ്ടികൾ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ വണ്ടി നിങ്ങൾക്ക് 5 ലക്ഷം വരെ ലോണ്, 25,000 ഡൗൺ പേയ്മെന്റ്, 5,15 ലക്ഷം രൂപ ടോട്ടലി വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 2017 ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രെറ്റ ആണെങ്കിലോ. ഈ ക്രെറ്റ വന്നിട്ട് ഈ ക്രെറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഡീസൽ ഒഴിച്ചാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളൂ. മനസ്സിലായില്ലേ? പെട്രോളും ഡീസലൊക്കെ ഒഴിക്കാൻ പറ്റുമോ? ഇത് ന്യൂ ഷേപ്പ് ആണല്ലോ. മോഡൽ 19 വണ്ടി. 19 വണ്ടി. വേരിയന്റ് E+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡാഷ് ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്യാമറ, സീറ്റ് വെന്റിലേഷൻ ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അത് ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ്. സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. ബേസ് ആണെങ്കിൽ ഒരു എല്ലാ സംഗതികളും ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. നല്ല മൈലേജ് ആണ്. അത്യാവശ്യം നല്ല വലിയൊരു, ഈ ശരിക്കും മേളിൽ പോകേണ്ട വണ്ടിയാണ്. കറക്റ്റ് നമ്മൾ SUV ടൈപ്പിലെ മേളിൽ പോകേണ്ട വണ്ടിയായിരുന്നു. സ്ഥലമില്ലാതെ നമ്മൾ താഴേട്ടേക്കാണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. നിങ്ങൾക്ക് എന്ത് 7,90,000 രൂപയ്ക്ക് തരാം. 7.5 ലക്ഷം രൂപ ലോണും കിട്ടും. 40,000 രൂപ ഈ വണ്ടി ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. ഇയർ എൻഡിങ് ഓഫറാണ്. ഇനി ഈ ഓഫറിൽ ഈ വണ്ടി കിട്ടൂല കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു
ഇത് മറ്റേ ഇതല്ലേ സെലറിയോ സെലേറിയോ ZXi 2017 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, 25,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്, വെറും 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. കറക്റ്റ് അപ് ടു ഡേറ്റ് വണ്ടി. എങ്ങനെ നല്ല വൃത്തിന്റെ വണ്ടി, ഒരു നല്ല വൃത്തിയും ഹൈ ക്വാളിറ്റിയാണ്. നിങ്ങൾ ഈ വണ്ടി കണ്ടതിന് ഈ വണ്ടി എടുത്തോണ്ടേ പോകുള്ളൂ. ശരി, ഇതിപ്പോ മോഡൽ 2017 ZXi ഏറ്റവും ടോപ്പിന്റെ. അജു നഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ എടുത്തിട്ട് സിംഗിൾ രൂപ, അതായത് ഒരു വെള്ളി നാണയം പോലും ചെലവാക്കണ്ട. ശരി, ഇതൊന്നും ഒരിക്കലും നമ്മൾ വെറുതെ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് അഥവാ ഈ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി നമ്മളോട് വില സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്ത് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എടുത്താൽ മതി വണ്ടിയൊക്കെ. അത്ര അതാണ്ട് ഇവിടുന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല ഷോറൂമിലോട്ട്. അപ്പൊ അത്ര ക്ലീൻ ആണ്. നമുക്ക് ഈ വണ്ടി 4,20,000 കൊടുക്കാം. ഏറെക്കുറെ 3,70,000 ലോൺ പാസ്സായി കിടക്കുകയാണ്. ഒരു 45,000 ഡൗൺ പേയ്മെന്റ് കൊണ്ടുവേണം ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. 45 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം അല്ലേ? 40 രൂപ, 4,20 നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണും ചിലപ്പോൾ ഫുൾ ലോൺ അത്യാവശ്യം കയറും. 17 ZXi ആണ്. ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി പോളോ. ഈ പോളോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടോ? ഇത് ഡീസൽ ഒഴിച്ചാൽ മാത്രമേ ഓടുള്ളൂ. ഡീസലാണ് മോഡലോ? ഡീസൽ 2014 മോഡൽ പോളോ. നല്ല വണ്ടിയാട്ടോ. ഞാനിത് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയുള്ളൂ. അത്യാവശ്യത്തിന് അരിക്കൊക്കെ അരിപ്പുണ്ട്. ഇന്നിപ്പോ രാവിലെ വന്ന് കയറിയിട്ടുള്ള ഈ വണ്ടി ഒന്നും ചെയ്യേണ്ട നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കഴുകി പോളിഷ് ഞാൻ അതെല്ലാം കഴുകി നിങ്ങൾക്ക് പോളിഷ് ചെയ്ത് ഇന്ത്യയിലേക്ക് പക്കയാക്കി നമ്മൾ ഈ വണ്ടി 2014 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ കമ്പനി വന്ന അതേ കണ്ടീഷൻ തന്നെ നിൽക്കുന്നുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. കിലോമീറ്റർ വന്നിട്ട് 90,000 കിലോമീറ്റർ ഓടി. ഈ വണ്ടി നിങ്ങൾക്ക് വന്നിട്ട് 3,60,000 രൂപയ്ക്ക് തരാം. ഏറെക്കുറെ 3 ലക്ഷം രൂപ ലോണും തരാം. 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല മൈലേജ് ഉള്ള നല്ല പവർ ഉള്ള ഒരു പോളോ ഡീസൽ കൊണ്ടുപോകും. 3,60,000 ഈ വണ്ടി എടുത്തോണ്ട് പോകാം. 14 വണ്ടിയാന്ന് ഓർക്കണം. 3 ലക്ഷം രൂപ ലോണും തരും. 60,000 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി എടുത്തോണ്ട് പോകും. അവസാനത്തെ വണ്ടി. അപ്പൊ എന്തായാലും ഈ കാണിച്ചൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടികളാണ് എല്ലാം തന്നെ. ജസ്റ്റ് വരിക, വന്നിട്ട് സൂര്യപ്പണ കണ്ടാൽ മതി. മാക്സിമം ഡിസ്കൗണ്ട് ആക്കി തരും കേട്ടോ. അതെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാണ്ട്, അത് നമുക്ക് അവസാനം പറയാം. അതെ, അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഈ കാണുന്ന വണ്ടികളൊക്കെ? സംഭവം അടിപൊളിയല്ലേ? നല്ല ക്വാളിറ്റി ഇല്ലേ? വെറുതെ പറയുന്ന അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള വണ്ടികളാണ്. ഒരിക്കലും വെറുതെ പറയുന്നതല്ല. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. മാത്രമല്ല മിക്ക വണ്ടികളും അണ്ടർ വാറന്റി ആണ്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് ഇട്ടുതരും, വണ്ടിയുടെ ഫോട്ടോസൊക്കെ ഇട്ടുതരും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസിന്റെ കാര്യമാണ്. ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും നമ്മൾ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിന് പുറത്തു പോലും ഇറങ്ങേണ്ട. നമ്മളെ എക്സിക്യൂട്ടീവ്സ് വീട്ടിൽ വന്ന് നിങ്ങളെ ഡാറ്റാസ് വാങ്ങിക്കും. അതും എല്ലാം ഫോണിൽ മതി. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറച്ച്, നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഒരു 600 രൂപയ്ക്കകത്ത് പലിശ വരുന്ന നിരക്കിൽ മാത്രമാണ് നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എടുക്കുന്ന എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള EMI ഒക്കെ വളരെ ചെറിയ രീതിയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് 5 കൊല്ലം, 3 കൊല്ലം, 7 കൊല്ലം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ സംഗതികളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന വണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ഇപ്പൊ നിങ്ങളിപ്പോ കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറം എന്ന് വെക്കുക, നിങ്ങൾ ഇവിടം വരെ വരണമെന്നില്ല. നമ്മൾ ഇവിടുന്ന് വണ്ടി അവിടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും. ആ ഡെലിവറി ചാർജ് ആ വരുന്ന ആളുടെയും ഇതിന്റെ എക്സ്പെൻസ്, പെട്രോൾ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. മറ്റ് ചിലവുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വിഗ്ഗിയിലെ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്ത് എത്തുന്നതൊക്കെ നിങ്ങൾക്ക് നമ്മളിവിടെ കാറും എത്തിച്ചു തരും. വിശ്വസ്തയോടുകൂടി ഓർഡർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. കാരണം ഉള്ള വണ്ടികളൊക്കെ നല്ലതാണ്, നല്ലതേ തരൂ. അതെ, എങ്കിലേ നിലനിൽപ്പുള്ളൂ. പിന്നെ ഈ കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും കമ്പനി സർവീസും, സർവീസ് ബുക്ക്, സ്പെയർ കീ, പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും